ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്കിന്ന് സദ്യ സ്പെഷ്യലായിട്ടുള്ള ഓലൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഓലൻ മത്തങ്ങ വെച്ചിട്ടും കുമ്പളങ്ങ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കും. മത്തനും കുമ്പളങ്ങയും കൂടെ മിക്സ് ചെയ്തും വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും കുമ്പളങ്ങ കൊണ്ടുള്ള ഓലനാണേ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് വൻപയറാണ്. അപ്പോൾ അത് കുതിർത്തി വെച്ചതാണ്. അത് ഞാൻ ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ ഇതെല്ലാം റെഡിയാക്കി വെച്ചാൽ പിന്നെ പാടില്ലല്ലോ. ഇനി നമുക്കൊരു ചട്ടി ഒന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുമ്പളങ്ങ ഇതുപോലൊന്ന് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാൽ കുറച്ച് മതി. 2-ാം പാൽ നമുക്ക് ഈ കുമ്പളങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിന് വേണം. അപ്പോൾ ആ 2-ാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഈ കുമ്പളങ്ങ ഒന്ന് വെന്ത് വരട്ടെ. ഓലം ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമ്മൾ ഈ തേങ്ങാപ്പാൽ എടുക്കുന്ന ആ ഒരു സമയം മാത്രമേ നമുക്കാവത്തുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്നായി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കാരണം ഇപ്പോൾ ഓണമാണല്ലോ വരുന്നത്. അപ്പോൾ ഓണത്തിന് നമുക്ക് ഇതുപോലുള്ള ഐറ്റംസൊക്കെ എന്തായാലും നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത് ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ കുമ്പളങ്ങയിലും ഉണ്ടാക്കും മത്തങ്ങയിലും ഉണ്ടാക്കും. രണ്ടും കൂടി ചേർത്തിട്ടും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കാൻ ശീലിച്ചത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ആവണമെന്നില്ല. ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും. അപ്പോൾ കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത സമയത്ത് ഞാൻ വേവിച്ച് വെച്ചിരുന്ന ആ പയറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വൻപയർ കേട്ടോ. ഇനി അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷമാണ് തേങ്ങാപ്പാൽ കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. 1-ാം പാൽ അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേറെ പണികളൊന്നുമില്ല. ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓലൻ റെഡിയായി കേട്ടോ. അപ്പോൾ ഇത്തവണ ഓണത്തിന് സദ്യ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഐറ്റം കൂടി എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കേ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരുതേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിലേ, അതായത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് കമൻ്റായിട്ട് തന്നെ അറിയിക്കാൻ മറക്കരുത്. കമൻ്റായിട്ട് അറിയിച്ചാൽ മാത്രമല്ലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ഓണത്തിന് നിങ്ങൾ ഇതുപോലൊരു ഓലൻ ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. വളരെ സിമ്പിളല്ലേ ഓലൻ ഉണ്ടാക്കാനായിട്ട്, ഒരു പാടുമില്ല. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ ഓക്കെ.